പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരിക്കൽ കുറേ കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട പാപ്പ, അങ്ങ് സാധാരണയായി എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇതിന് മറുപടിയായി താൻ കുരിശിന്റെ വഴിയുടെ ഒരു ചെറിയൊരു പുസ്തകം എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ടെന്നും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഗുണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. തിരുസഭ വിലമതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്തമുറയാണ് കുരിശിന്റെ വഴി. വിശുദ്ധരെല്ലാം തന്നെ കുരിശിന്റെ വഴിക്ക് വലിയ പ്രാധാന്യവും കൊടുത്തിരുന്നതായി ചരിത്രരേഖകളിൽ നമുക്ക് കാണാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പ്രതിസന്ധികളിൽ കുരിശിന്റെ വഴി നടത്തിയിരുന്നതായും അത് ഫലദായകമായി അനുഭവപ്പെട്ടതായും പറഞ്ഞു വെക്കുന്നു. മരണശയ്യയിൽ കിടന്നിരുന്നപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തോടെ അദ്ദേഹം കുരിശിന്റെ വഴി നടത്തിയിരുന്നു പോലും. കുരിശിന്റെ വഴി ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്പെയിൻകാരനായ ബ്രദർ സ്റ്റനിസ്ലോവോസിന് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ ഇങ്ങനെ: 1. കുരിശിന്റെ വഴി നടത്തിക്കൊണ്ട് വിശ്വാസപൂർവ്വം യാചിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നൽകും. 2. കൂടെ കൂടെ കുരിശിന്റെ വഴി നടത്തുന്നവർക്ക് നിത്യരക്ഷ നൽകും. 3. ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും മരണസമയത്ത് പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യും. 4. ഒരു വ്യക്തിയുടെ പാപം എത്ര അധികമായിരുന്നാലും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് എൻ്റെ കരുണ ലഭിക്കും. മാരക പാപങ്ങൾ ഉണ്ടെങ്കിൽ കുമ്പസാരം നടത്തേണ്ടതാണ്. 5. കുരിശിന്റെ വഴി നിരന്തരം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേക മഹത്വം ഉണ്ടായിരിക്കുമെന്ന്. 6. ഈ ഭക്തി അനുഷ്ഠിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വേഗത്തിൽ മോചിപ്പിക്കും. 7. കുരിശിന്റെ വഴിയുടെ ഓരോ സ്ഥലത്തും ഞാൻ അവരെ അനുഗ്രഹിക്കുകയും എൻ്റെ അനുഗ്രഹം നിത്യത വരെ അവരെ പിന്തുടരുകയും ചെയ്യും. 8. മരണസമയത്ത് പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയും സാത്താൻ്റെ ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യും. 9. സ്നേഹപൂർവ്വം ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ എൻ്റെ കൃപയാൽ നിറച്ച് ജീവിക്കുന്ന സക്രാരിയാക്കി മാറ്റും. 10. ഈ പ്രാർത്ഥന നിരന്തരം നടത്തുന്നവരുടെ മേൽ എൻ്റെ ദൃഷ്ടി ഞാൻ ഉറപ്പിക്കും. എൻ്റെ കരങ്ങൾ അവരെ സംരക്ഷിക്കുവാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. 11. ഞാൻ ആണികളാൽ കുരിശിനോട് ചേർന്നിരിക്കുന്നത് പോലെ കുരിശിന്റെ വഴി നിരന്തരം നടത്തി എന്നെ ആദരിക്കുന്നവരോട് ഞാനും ചേർന്നിരിക്കും. 12. എന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകാതിരിക്കാനും യാതൊരു മാരകഭാവവും ചെയ്യാതിരിക്കുവാനുമുള്ള കൃപ ഞാൻ അവർക്ക് കൊടുക്കും. 13. മരണനേരത്ത് എൻ്റെ സാന്നിധ്യത്താൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. മരണം അവർക്ക് മാധുര്യമേറിയ ഒരു അനുഭവമായിരിക്കും. 14. അവരുടെ ആവശ്യ സമയത്ത് എൻ്റെ ആത്മാവ് സംരക്ഷണം നൽകുന്ന ഒരു കവചവും സഹായവുമായിരിക്കും. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്ന അവസരങ്ങളിൽ ആദ്യം നമുക്ക് ലഭിക്കുന്ന കൃപ വിശ്വാസത്തിൻ്റെതാണ്. ജീവിതത്തിലെ ഏത് വിഷമസന്ധികളിലും നമുക്ക് ഓടിച്ചെല്ലുവാനും നമുക്ക് ആശ്രയം വയ്ക്കുവാനും നമുക്കായി കുരിശിലേറിയ ഒരു ദൈവം ഉണ്ടെന്നും അവനിൽ വിശ്വാസമർപ്പിച്ചാൽ നിരാശപ്പെടേണ്ടി വരികയില്ല എന്നുമുള്ള ഉറപ്പുമാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകുക. അതിനാൽ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്ന അവസരങ്ങളിൽ നമ്മെ തന്നെ യേശുവിനെ പരമേൽപ്പിക്കാം. ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് രക്ഷയും വീണ്ടെടുപ്പും കണ്ടെത്താൻ കഴിയൂ. കുരിശിന്റെ വഴിയിൽ നാം കണ്ടുമുട്ടുന്ന വിവിധ വ്യക്തിത്വങ്ങളോട് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് മാനസാന്തരത്തിനുള്ള ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ തുറക്കുവാനുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്ന അവസരങ്ങളിൽ നമ്മുടെ ഉള്ളിൽ മുഴങ്ങുന്ന ഒരു ചോദ്യം ഇതുതന്നെ: നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? പീലാത്തോസിനെ പോലെയോ മറിയത്തെ പോലെയോ, ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തെ പോലെയോ, നിശബ്ദരായിരിക്കുന്ന സാധുക്കളെ പോലെയോ, ഓടിയൊടിക്കുന്ന ശിഷ്യരെ പോലെയോ, കുരിശ് ചുമക്കുവാൻ അടുത്തേക്ക് വരുന്ന ശിമയോനെ പോലെയോ? സധൈര്യം പട്ടാളക്കാരുടെ നടുവിലൂടെ നടന്ന യേശുവിൻ്റെ രക്തമണിഞ്ഞ മുഖം തൻ്റെ തുവാല കൊണ്ട് തുടയ്ക്കുന്ന വെറോനിക്ക് പോലെയാണോ? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി നാം ധരിക്കുന്ന വ്യക്തിത്വങ്ങളാവാം ഇവരൊക്കെ. യേശുവിൻ്റെ കാൽവരി യാത്രയിൽ നാം എപ്രകാരമാണ് അവനോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ ഓരോ സ്ഥലങ്ങളും. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നമ്മോടൊപ്പം സഹതപിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള അവസരം കൂടിയാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ അവസരങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. യേശയ്യ 59:1 എന്ന യേശയ പ്രവാചകന്റെ വചനങ്ങൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുവാൻ നമ്മെ സഹായിക്കുന്നു. മനുഷ്യനെ വിലാപങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കാൽവരിയിലേക്കുള്ള യേശുവിൻ്റെ യാത്ര. തൻ്റെ യാത്രയിലുടനീളം അവൻ്റെ കാതുകളിൽ അലയടിച്ചത് മനുഷ്യരുടെ വിലാപങ്ങളും നിലവിളികളും അപേക്ഷകളുമായിരുന്നു. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്,
എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനം 56:8. ക്രിസ്തുവിൻ്റെ തോളിലെ കുരിശിൽ നമ്മുടേതുൾപ്പെടെ മനുഷ്യരാശിയുടെ മുഴുവൻ ഭാരവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ്റെ തുറന്ന കരങ്ങൾ മനുഷ്യൻ കുരിശിനോട് ചേർത്ത് ബന്ധിച്ചുവെങ്കിലും ഉന്നതങ്ങളിൽ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്കാണ് അവൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ കുരിശുകൾ ചുമന്ന് നാം ക്ഷീണിക്കുന്ന അവസരത്തിൽ അവൻ നമ്മോട് മന്ത്രിക്കുന്ന വചനങ്ങൾ ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വിശുദ്ധ മത്തായി 11:28-29 തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശ് യാത്ര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നാസ്വാദനം കൂടിയാണ്. കുരിശ് കൂടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും നമ്മോടൊത്ത് കുരിശ് ചുമക്കുവാൻ ദൈവമുണ്ടെന്ന വിശ്വാസവും പ്രത്യാശയും കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനുള്ള പ്രചോദനം നൽകുവാനും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശ് എന്നത് കേവലം 2 മരക്കഷ്ണങ്ങളുടെ സംയോജനം മാത്രമല്ല, മറിച്ച് ആ മരക്കഷ്ണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ബന്ധം കൂടിയാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവിക ബന്ധം ആവശ്യമില്ല എന്ന് പറയുന്ന ആധുനിക ലൗകിക തത്വചിന്ത തെറ്റാണെന്ന് കുരിശിൻ്റെ വഴി സമർപ്പിക്കുന്നു. ഇതിൻ്റെ പറുപുറവും ഏറെ പ്രധാനപ്പെട്ടതാണ്. ദൈവിക ബന്ധത്തിൽ സഹോദരങ്ങളെ മറയ്ക്കുന്ന ഒരു പ്രവണതയും ശരിയല്ല എന്ന ഉത്ബോധനവും കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമുക്ക് നൽകുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ സഹോദരങ്ങളോടും, പ്രത്യേകമായി കഷ്ടപ്പെടുന്നവരോട്, സഹായം ആവശ്യമുള്ളവരോടും കരുണയോടും ആർദ്രതയോടും കൂടെ പരിപാലിക്കാനും അവരോട് നല്ല വാക്കുകൾ പറയുവാനും പുഞ്ചിരി സമ്മാനിക്കുവാനും ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. അന്ത്യവിധിക്കുള്ള നമ്മുടെ തീരുമാനങ്ങൾ ഒരുക്കുവാൻ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി സ്നേഹത്തിൻ്റെതാണ്. നമ്മെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവം നമ്മെ വിധിക്കുന്നത്. എന്നാൽ ഈ സ്നേഹത്തെ പുണരണമോ വേണ്ടയോ എന്ന് സ്വാതന്ത്ര്യപൂർവ്വം തീരുമാനം കൈക്കൊള്ളേണ്ടത് നമ്മൾ ഓരോരുത്തരും. സ്നേഹം നിരസിക്കുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ശിക്ഷാവിധിക്കുള്ള പാത ഒരുക്കുന്നതെന്ന തിരിച്ചറിവും ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്നു. കാരണം ദൈവം ഒരിക്കലും കുറ്റം വിധിക്കുന്നില്ല, അവൻ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. തിന്മയ്ക്കെതിരെ പോരാടുവാനുള്ള വിളിയും കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ തിന്മയ്ക്കെതിരെ ദൈവം പ്രതികരിച്ച വചനമാണ് കുരിശ്. ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്ന നിരവധിയായ തിന്മകളുടെ ശക്തിക്കെതിരെ പോരാടുവാൻ നമുക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ തണലിൽ അഭയം പ്രാപിക്കാം. സ്നേഹവും കരുണയും ക്ഷമയും എല്ലാം ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ തിന്മയോടുള്ള ഉത്തരമാണ് യേശുവിൻ്റെ കുരിശ്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന അവസരത്തിൽ യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തി തിരിച്ചറിയുവാനും ആ കുരിശിൽ എല്ലാ നാരിക ശക്തികളെയും ചെറുത്ത് തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. കുരിശിൻ്റെ വഴി പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ഉറപ്പും ഉദ്ധാനത്തിലേക്കുള്ള പ്രത്യാശയുമാണ്. കുരിശിനെ ഉറ്റുനോക്കിയവർക്കും അവൻ്റെ കുരിശ് സ്പർശിച്ചവർക്കും യേശു നൽകിയത് സ്നേഹത്തോടെയുള്ള സൗഖ്യമാണ്. ആന്തരികവും ശാരീരികവുമായ പലവിധ രോഗങ്ങളാൽ വലയുന്ന നമുക്ക് ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന ഉറപ്പാണ് കുരിശിന് വഴി പ്രാർത്ഥനയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. എൻ്റെ ജീവിതത്തിലും ഇതേ സ്നേഹത്തിൻ്റെ ഉറപ്പ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന വിചിന്തനം നാം ഓരോരുത്തരും നടത്തണം. ഒപ്പം ഈ ഉറപ്പ് നമ്മെ എത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്കാണ്. ക്രിസ്തുവിനോടൊപ്പം തിന്മകളിൽ ക്രൂശിക്കപ്പെടുന്നവർക്ക് മാത്രമേ നന്മയിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കൂ. കുരിശിൻ്റെ വഴി നൂറ്റാണ്ടുകളിലൂടെയുള്ള ചരിത്രം നമ്മളോട് പറയുന്നത് ഇങ്ങനെ: കുരിശിൻ്റെ വഴിയിൽ ഹൃദയം നൽകി മുന്നോട്ട് നീങ്ങുമ്പോൾ ക്രൂശിതൻ്റെ മായാത്ത മുദ്ര നമ്മിൽ പതിയും. ക്രൂശിതൻ്റെ മായാത്ത മുദ്ര രക്ഷയുടെ മുദ്രയാണ്, വിജയത്തിൻ്റെ അടയാളമാണത്. അത് മനുഷ്യജീവിതങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും സമീപന രീതികളുടെയും ഭാഗമാകുമ്പോൾ ജീവിതത്തിന് പുതിയ ദിശാബോധവും ദർശനങ്ങളുമൊക്കെ കൈവരുന്നു. കുരിശിൻ്റെ വഴി രൂപപ്പെട്ടതിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് ഈ നിമിഷം യാത്ര ചെയ്യാം. 250 വർഷത്തെ കൊടിയ മതപീഡനങ്ങൾക്ക് ശേഷം AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന് ഔദ്യോഗിക നിയമസാധുത നൽകിയത്. AD 335 അദ്ദേഹം യേശുവിൻ്റെ കബറിടം സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് തിരുക്കല്ലറയുടെ ദേവാലയം പണി കഴിപ്പിച്ചു. നിർമ്മാണം പൂർത്തിയായ ഉടനെ ഈ ദേവാലയത്തിലേക്ക് തീർത്ഥാടനം ആരംഭിച്ചു. വിശുദ്ധവാരത്തിൽ പരിഹാരയാത്രയായി നിരവധി വിശ്വാസികൾ ഇവിടെ വന്നു ചേർന്നു. ഫ്രാൻസിൽ നിന്നുള്ള എജീരിയ എന്ന സ്ത്രീ 4-ാം നൂറ്റാണ്ടിൽ അത്തരത്തിലുള്ള ഒരു തീർത്ഥയാത്രയെക്കുറിച്ച് വിവരിക്കുന്നു. ജെറുസലേമിലെ മെത്രാനും ഏകദേശം 20 തീർത്ഥാടകരും പെസക ഭക്ഷണത്തിന് ശേഷം യേശു തീവ്രവേദന അനുഭവിച്ച സ്ഥലത്ത് നിന്ന് പെസക വ്യാഴാഴ്ച രാത്രിയിൽ കോഴി കൂവുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ തീർത്ഥയാത്ര ആരംഭിച്ചു. അവർ ഒന്നു ചേർന്ന് പ്രാർത്ഥനകൾ ഉരുവിടുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും സുവിശേഷ ഭാഗങ്ങൾ ശ്രവിക്കുകയും ചെയ്തു. ഗെത്സമൻ തോട്ടത്തിലും അവർ ഇതുതന്നെ ആവർത്തിച്ചു. ജെറുസലേം നഗരത്തിലും അവർ ഇതുതന്നെയാണ് ചെയ്തത്. പ്രഭാതം വരെ എല്ലാ മനുഷ്യരും വലിയവരോ ചെറിയവരോ വ്യത്യാസമില്ലാതെ, ധനികരോ ദരിദ്രരോ എന്ന വേർതിരിവില്ലാതെ രാത്രി ജാഗരണത്തിൽ ചെലവഴിച്ചു. പിന്നീട് തീർത്ഥാടനത്തിന് നീതമായ ഒരു പാത രൂപപ്പെട്ടു. അതായത് പീലാത്തോസിന്റെ ന്യായവിധി ഹാളായ അന്റോണിയ കൊത്തളത്തിൽ നിന്നും തിരുക്കല്ലറയുടെ ദേവാലയത്തിലേക്കായിരുന്നു അത്.
ജെറുസലേമിലെ പഴയ നഗരിയിലൂടെയുള്ള പാത യേശു തന്റെ മരണത്തിന് മുമ്പായി കുരിശുമായി നടന്ന വഴി ആയതിനാൽ ഇന്ന് മാറ്റമില്ലാതെ പരിഭാവനമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. ലത്തീൻ ഭാഷയിൽ വിയ ഡോളോറോസ അഥവാ ദുഃഖത്തിന്റെ വഴി എന്നാണ് ഈ വഴി അറിയപ്പെടുക. കാൽവരിയിലേക്കുള്ള യേശുവിന്റെ യാത്രയിലെ രക്ഷാകര സംഭവങ്ങളെ ഓർക്കുന്നതിന് വേണ്ടിയാണ് കുരിശിന്റെ വഴികളിലെ സ്ഥലങ്ങൾ രൂപപ്പെട്ടതും. റോമാക്കാർ AD 70 ജെറുസലേം നഗരം നശിപ്പിച്ചതിനാൽ കുരിശിന്റെ വഴിയിലെ സംഭവങ്ങൾ നടന്നതായി കരുതപ്പെടുന്ന സ്ഥലങ്ങൾ തീർത്ഥാടകർ പിന്നീട് കണ്ടെത്തിയവയുമാണ്. യേശുവിന്റെ കല്ലറയിൽ ജ്വലിച്ചിരുന്ന കെടാവിളക്കിൽ നിന്ന് തീർത്ഥാടകർ പ്രകാശവും എണ്ണയും എടുക്കുകയും വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്ന് തിരിശേഷിപ്പുകൾ ശേഖരിക്കുകയും യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും വിശുദ്ധ നാട്ടിലെ പോലെ അവ പുനരാവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പാലസ്തീൻ ആക്രമിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കുരിശുപള്ളികൾക്ക് പ്രാധാന്യമേറി വന്നു. കാരണം വിശുദ്ധ നാട്ടിലേക്ക് ആ സമയത്ത് തീർത്ഥാടനം അപകടം നിറഞ്ഞതായിരുന്നു. കുരിശിന്റെ വഴി എന്ന ഭക്തകൃത്യത്തിന് പ്രചുര പ്രചാരം കൈവന്നത് 1342 വിശുദ്ധ നാടിന്റെ സംരക്ഷണം ഫ്രാൻസിസ്കൻ സന്യാസികളെ ഏൽപ്പിച്ചത് മൂലമാണ്. കുരിശിന്റെ വഴികളിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ സർവ്വസാധാരണമായത് 1686 ഫ്രാൻസിസ്കൻ സന്യാസികൾക്ക് കുരിശിന്റെ വഴിയിലെ സംഭവങ്ങൾ എല്ലാ പള്ളികളും ചിത്രീകരിക്കാൻ 11-ാം ഇന്നസെന്റ് മാർപ്പാപ്പ അനുവാദം നൽകിയത് വഴിയാണ്. വിശുദ്ധ നാട്ടിലെ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഫ്രാൻസിസ്കൻ സന്യാസികൾക്കും ഫ്രാൻസിസ്കൻ ആത്മായ പ്രേക്ഷിതർക്കും 11-ാം ഇന്നസെന്റ് മാർപ്പാപ്പ ദണ്ഡവിമോചനവും വാഗ്ദാനം ചെയ്തിരുന്നു. 1726 ബെനഡിക്ട് 13-ാം പാപ്പ ഈ ആനുകൂല്യം എല്ലാ വിശ്വാസികൾക്കുമായി വിപുലപ്പെടുത്തി. 5 വർഷങ്ങൾക്ക് ശേഷം ക്ലെമന്റ് 12-ാമൻ പാപ്പ കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ 14ആയി നിശ്ചിതപ്പെടുത്തുകയും അവ എല്ലാ പള്ളികളിലും സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നു മുതൽ കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങളുണ്ട്. ഇതിനിടയിൽ പല ദേവാലയങ്ങളിലും ഉയിർപ്പ് കുരിശിന്റെ വഴിയിലെ 15 സ്ഥലമായി ഉൾപ്പെടുത്തി. 1742 ബെനഡിക്ട് 14-ാമൻ പാപ്പ എല്ലാ ദേവാലയങ്ങളിലും കുരിശിന്റെ വഴി സ്ഥാപിക്കണമെന്ന് സഭാവിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. മാർപ്പാപ്പയുടെ ഈ ആഗ്രഹ നിർവഹണത്തിനായി 2 ഫ്രാൻസിസ്കൻ സന്യാസികൾ അഹോരാത്രം ജോലി ചെയ്തു. പോർട്ട് മൗറീസിയയിലെ വിശുദ്ധ ലിയണോ ഇറ്റാലിയിൽ ഏകദേശം 500-ൽ കൂടുതൽ ദേവാലയങ്ങളെ കുരിശിന്റെ വഴി സ്ഥാപിച്ചു. 1787 വിശുദ്ധ അൽഫോൻസ് ലിഗോരി കുരിശിന്റെ വഴികൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ രചിച്ചു. നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ ദേവാലയങ്ങളെ കുരിശിന്റെ വഴി ചൊല്ലുക പിന്നീട് പതിവായി. ചില ദേവാലയങ്ങളിൽ നോമ്പിലെ എല്ലാ ദിവസവും കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില പ്രൊട്ടസ്റ്റന്റ് ലൂറൻസ് സഭകളിൽ കുരിശിന്റെ വഴി നോമ്പുകാലത്തെ അവരുടെ ആരാധനാക്രമത്തിന്റെ പ്രത്യേകിച്ച് ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളുടെ ഭാഗമാണ്. പരമ്പരാഗതമായി കുരിശിന്റെ വഴിക്ക് 14 സ്ഥലങ്ങളാണ് ഉള്ളത്. കുരിശിന്റെ വഴിയിലെ 3, 4, 6, 7, 9 സ്ഥലങ്ങൾ വ്യക്തമായി സുവിശേഷങ്ങളിൽ ചിത്രീകരിച്ചിട്ടില്ല. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ കുരിശിന്റെ വഴിയിൽ 13-ാം സ്ഥലവും കാണുന്നില്ല. 1991 ദുഃഖവെള്ളിയിൽ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ സുവിശേഷങ്ങൾ അധിഷ്ഠിതമായ കുരിശിന്റെ വഴി ഉപയോഗിച്ചു. അതിനുശേഷം എല്ലാ വർഷവും റോമിലെ കൊളോസിയത്തിൽ ഈ കുരിശിന്റെ വഴി ആഘോഷമായി നടത്തി വരുന്നുണ്ട്. 2007 ബെനഡിക്ട് 16-ാമൻ പാപ്പയും ഇത് അംഗീകരിച്ച് പൊതു ആരാധനയ്ക്കായി ഉപയോഗിച്ചു. ഈ കുരിശിന്റെ വഴിക്ക് താഴെ പറയുന്ന സ്ഥലങ്ങളാണ് ഉള്ളത്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെൻഗെദ്രിൻ യേശുവിൽ കുറ്റം ചുമത്തുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. പീലാത്തോസ് യേശുവിന് വധശിക്ഷ വിധിക്കുന്നു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടിക്കുകയും ശിരസിൽ മുൾമുടി അണിയിക്കുകയും ചെയ്യുന്നു. യേശു കുരിശ് ചുമക്കുന്നു. ശിമിയോൻ കുരിശ് വഹിക്കുവാൻ യേശുവിനെ സഹായിക്കുന്നു. യേശു ജെറുസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. യേശു നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. യേശു മറിയത്തെ യോഹന്നാനും യോഹന്നാനെ മറിയത്തിനും ഭരമേൽപ്പിക്കുന്നു. യേശു കുരിശിൽ മരിക്കുന്നു. യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ കൊളോസിയത്തിൽ ആഘോഷമായ കുരിശിന്റെ വഴി നടത്തുന്ന പതിവ് ഫ്രാൻസിസ്കൻ സന്യാസികൾ വളരെ കാലമായി തുടരുന്നുണ്ട്. കൊളോസിയത്തിലൂടെ കുരിശിന്റെ വഴി ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളുടെ ഒരു ഭാഗമാക്കി ജോൺ പോൾ 2-ാമൻ പാപ്പ മാറ്റി. ആരോഗ്യം അനുവദിക്കുന്നവരെ കുരിശിന്റെ വഴിക്ക് പാപ്പ തന്നെയാണ് കുരിശ് വഹിച്ചിരുന്നതും. 2005 മാർപ്പാപ്പ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിലെ പാപ്പയുടെ സ്വകാര്യ ചാപ്പലിൽ അദ്ദേഹം കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നിരുന്നു. ബെനഡിക്ട് 16-ാമൻ പാപ്പ ഈ പാരമ്പര്യം തുടർന്നു. ഓരോ വർഷവും പാപ്പയുടെ കുരിശിന്റെ വഴികൾക്ക് ധ്യാനചിന്തകൾ രചിക്കാൻ ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിരുന്നു. അകത്തോലിക്കരായ വ്യക്തികൾ പോലും മാർപ്പാപ്പയുടെ കുരിശിന്റെ വഴിക്ക് ധ്യാനചിന്തകൾ രചിച്ചിട്ടുണ്ട്. 2000-ാം ആണ്ടിലെ ധ്യാനചിന്തകൾ ജോൺ പോൾ 2-ാമൻ പാപ്പ തന്നെയാണ് രചിച്ചതും. 2009 മാർപ്പാപ്പയുടെ കുരിശിന്റെ വഴിക്ക് ധ്യാനചിന്ത രചിച്ചത് ഗഹാത്തി ആർച്ച് ബിഷപ്പായിരുന്ന തോമസ് മേനാമ്പറമ്പിൽ പിതാവായിരുന്നു.